എറണാകുളം ജില്ലയിലെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ CPM സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഇന്നും തൃപ്പൂണിത്തുറ. BJP കൂടുതൽ വോട്ട് നേടുമ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഒരിക്കലും ഒരു UDF കോട്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം LDF സംബന്ധിച്ച് ഏറ്റുവാങ്ങിയ വലിയ തോൽവി മുൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർമാരിൽ ഒരാൾ എപ്പോഴും കെ ബാബുവെ. എറണാകുളം ജില്ല കണ്ട ഏറ്റവും വിപ്ലവകാരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലൊരു ലെഗസിയുള്ള ഒരാളാണ്. അദ്ദേഹം തോപ്പിച്ചുകൊണ്ടാണ് കെ ബാബു തുടങ്ങുന്നത്. ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കോളിളക്കങ്ങളും ഒക്കെ അവസാനിച്ച് വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോഴും ആ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ ഇടപെടുന്ന ഒരാളായിട്ട് കെ ബാബു മാറുകയാണ്. ഒരു തൃപ്പൂണിത്തുറക്കാരൻ മറ്റ് ഏതെങ്കിലും ജില്ലകളിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോലും പോകുന്ന ഒരു കെ ബാബു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്റ്റാച്ചറുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ആണ് LDF സ്ഥാനാർത്ഥിക്കാണെങ്കിലും UDF സ്ഥാനാർത്ഥിക്കാണെങ്കിലും BJP സ്ഥാനാർത്ഥിക്കാണെങ്കിലും ഏറ്റുമുട്ടേണ്ടി വരും. വിഷാദത്തിലേക്ക് വരെ അദ്ദേഹം വീണുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കാലമുണ്ട്. 2021 എത്തുമ്പോഴാണ് M സ്വരാജ് എന്ന് പറയുന്ന നേതാവ് യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ടത് 2021 എന്ന് ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. ഇടതുപക്ഷക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആൾ പോലും തുറവൂർ വിശംബരം എന്ന് പറഞ്ഞ മാഷ് ബഹുമാനിക്കുന്നു. BJP എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. M സ്വരാജ് പോലൊരു നേതാവിനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമോ LDF എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പുറത്ത് കെ ബാബു ഇല്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. കെ ബാബു ഒരു പ്രതികാരം തീർത്തതിന് ശേഷം ഞാൻ ഈ അവസാനിപ്പിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് സ്ഥാനാർത്ഥി അവസാനിപ്പിച്ചത്. ആര് പകരക്കാരനാവും? കൊച്ചിയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ്, അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മുഖമുള്ള M ലിജു, അദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുകൂടാതെ ഒരു സെലിബ്രിറ്റി മുഖം രമേശ് പിഷാരടിയുടെ